അബുദാബിയിലെ ഇത്തിഹാദ് ടവറിൽ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം, സ്ത്രീക്കും കുഞ്ഞിനും പരിക്കേറ്റതായി അബുദാബി മീഡിയ ഓഫീസ് അറിയിച്ചിരിക്കുന്നു. ഡ്രോൺ പ്രതിരോധിക്കുന്നതിനിടെ അതിന്റെ ചീളുകൾ തെറിച്ചാണ് പരിക്കേറ്റിരിക്കുന്നത്. കെട്ടിടത്തിന് ചെറിയ നാശം നേരിട്ടു എന്നുള്ളതാണ് വാർത്ത. അക്ഷയ് ചേരുകയാണ് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അക്ഷയ്, ഈ സ്ത്രീക്കും കുഞ്ഞിനും പരിക്കേറ്റു എന്ന് പറയുമ്പോൾ നിസ്സാരമായ പരിക്കായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏതു തരത്തിലുള്ളൊരു ആക്രമണമായിരുന്നു? അതിനെ പ്രതിരോധിച്ചത് എങ്ങനെയാണ്? ഈ ആക്രമണമുണ്ടായ രീതി എങ്ങനെയാണ്? മഹേഷ്, അല്പസമയം മുമ്പാണ് അബുദാബിയിൽ ഇത്തിഹാദ് ടവറിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. ഇത് കൃത്യമായി പ്രതിരോധിക്കാൻ UAE സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയാണ് അബുദാബി മീഡിയ ഓഫീസ് പങ്കുവെക്കുന്നത്. എന്നാൽ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ, ഇത് പ്രതിരോധിക്കുന്നതിനിടയിൽ ഇതിന്റെ ഡ്രോണിന്റെ ചീളുകൾ തെറിച്ച് ഒരമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. പക്ഷെ എങ്കിൽ പോലും അത്തരമൊരു കെട്ടിടത്തിന്, അബുദാബിയിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിൽ ഒന്നാണ് ഇത്തിഹാദ് ടവർ. അപ്പോ അത്തരത്തിലുള്ളൊരു കെട്ടിടത്തിന് നേരെ ഉണ്ടായ ആക്രമണം പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതിനൊപ്പം ഇതിന്റെ പരിക്ക് വലിയ രീതിയിൽ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു ആശ്വാസം തന്നെയാണ് UAE സംബന്ധിച്ചിടത്തോളം. UAE-യിൽ പൊതുവെ ആശങ്കപ്പെടേണ്ട മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് അധികൃതർ വീണ്ടും അറിയിക്കുന്നത്. ഇറാന്റെ മിസൈലുകൾ കൃത്യമായി പ്രതിരോധിക്കാൻ അധികൃതർക്ക് സാധിക്കുന്നുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതുവരെ ഏതാണ്ട് 137 ബാലിസ്റ്റിക് മിസൈലുകളും അതുപോലെ തന്നെ 209 ഡ്രോണുകളുമാണ് ഇറാൻ UAE-യിലേക്ക് അയച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായി പ്രതിരോധിക്കാൻ UAE സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ഔദ്യോഗികമായ വാർത്ത തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്പസമയം മുമ്പ് അറിയിച്ചിരുന്നു. എന്നാൽ 2 മരണങ്ങളാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. അത് സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ UAE-യിലുണ്ട്. മഹേഷ്, അക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. അബുദാബിയിൽ ഉണ്ടായ അവിടെ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിനിടയിൽ അതിന്റെ ചീളുകൾ തെറിച്ച് അമ്മയ്ക്കും കുഞ്ഞിനും പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വാർത്ത. ഒപ്പം തന്നെ അവിടെ കൃത്യമായ പ്രതിരോധം ഒരുക്കുന്നുണ്ട്, അവിടേക്ക് വരുന്ന ആക്രമണങ്ങളെ ചെറുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള അവിടുത്തെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഒരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ടെഹ്റാനിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. ടെഹ്റാനിലെ തെരുവുകളിൽ അവിടെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ്. അവിടെ നഗരമാകെ ചാമ്പലാക്കാൻ പോകുന്ന തരത്തിലുള്ള ആക്രമണം എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ആംബുലൻസിന്റെ സൈറനുകൾ പലയിടത്തു നിന്നായി മുഴങ്ങുന്നു. വലിയ സ്ഫോടന ശബ്ദങ്ങൾ ടെഹ്റാനിലെ പലയിടത്തു നിന്നും നിരന്തരം കേൾക്കുകയാണ് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ പോയിന്റുകളെല്ലാം പലയിടത്തായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ആക്രമണത്തിന്റെ ഭാഗമായുള്ള ഒരു അപകടം എത്രത്തോളമുള്ള ഒരു ആക്രമണമാണ്, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്ര പേർക്ക് ജീവൻ പൊലിഞ്ഞു, എത്ര പേർ ആശുപത്രിയിലാണ്, പരിക്കേറ്റവർ എത്ര, ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാത്തു നിൽക്കുന്നവർ എത്ര എന്നുള്ള കണക്കും ഒന്നും ഒരു പക്ഷേ ലഭ്യമല്ല എന്നുള്ളതും ഈ സമയത്ത് പറയേണ്ടതാണ്. കാരണം ടെഹ്റാനിൽ നിന്നുള്ള അവിടുത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളുടെ നിലവിലെ സാഹചര്യം അത് പൂർണ്ണമായും കട്ടായിരിക്കുകയാണ്. ചില സോഴ്സുകളിൽ നിന്ന് വരുന്ന വാർത്തകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള ആക്രമണം ടെഹ്റാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്.